ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സൺസ്ക്രീൻ റിവ്യൂ ആണ് ചെയ്യുന്നത്. കമ്പനി വരുന്നത് ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സൺസ്ക്രീനിന്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസത്തിൽ കൂടുതലായി. പക്ഷെ ഇതുവരെ റിവ്യൂ ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. സത്യമായി പറഞ്ഞാൽ സമയം കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പൊ ഞാനിത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഷോർട്ട് ആയിട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാമെന്ന്. സോ കുറച്ച് ലേറ്റ് ആയി, എന്നാലും ഞാൻ വിചാരിച്ചു ഇത് ഇന്ന് ചെയ്യാം. ഇതിപ്പം എന്റെ രണ്ടാമത്തെ പാക്കറ്റ് ആണ്. ഫസ്റ്റ് പാക്കറ്റ് ഓൾമോസ്റ്റ് തീരാറായി, ഇത് രണ്ടാമത്തെയാണ്. അപ്പോഴെങ്കിലും ചെയ്യണല്ലോ. ഇതൊരു അടിപൊളി സൺസ്ക്രീൻ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോ സൺസ്ക്രീൻ SPF 50 PA+++, 4+ ഉണ്ട്. പ്രിവെന്റ് ടാൻ ആൻഡ് ബൂസ്റ്റ് ഗ്ലോ എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻ C പ്ലസ് നയാസിനമൈഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. സോ നമുക്ക് വൈറ്റമിൻ C ആണെന്നുണ്ടെങ്കിലും നയാസിനമൈഡ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഗുണങ്ങളുള്ള രണ്ട് കണ്ടന്റ്സ് ആണ്. സോ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇതിന്റെ എല്ലാം കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് നല്ല രീതിക്ക് വിസിബിൾ ആകും. അപ്പൊ ഇത് ഓൾ സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇത് 50 ml ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് 349 രൂപയാണ്. പക്ഷെ നമുക്ക് ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഇതിന് എപ്പോഴും ഓഫർ ഉണ്ടാകും. ഇവരുടെ വെബ്സൈറ്റിലും ഓഫർ ഉണ്ടാകും. നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു MRP പ്രൈസ് അല്ല, നമുക്കാണെങ്കിലും ഒരു 300 രൂപ ആ ഒരു എമൗണ്ടിലൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അടിപൊളി ഒരു സൺസ്ക്രീൻ ആണ്. ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിനകത്ത് ഇവർ ഇങ്ങനെ ഒരു നോട്ട് തന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഇതാണ് ഇതിന്റെ ഒരു പാക്കേജ്. ഇതാണ് ഇതിന്റെ ഈ ട്യൂബ് എന്ന് പറയുന്നത്. ട്യൂബ് ഫോർമാറ്റിലാണ് വരുന്നത്, പമ്പൊന്നും അല്ല. ഇതുണ്ടോ, അടിപൊളി ഒരു സാധനമാണ്. 50 ml സാധനമേ ഉള്ളൂ, പക്ഷെ നമുക്ക് നല്ലതാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു ക്രീമി ടെക്സ്ചർ ആണ്. ഇതുണ്ടോ, ഈ ഒരു ടെക്സ്ചർ ആണ് ഇത് വരുന്നത്. ഇത് നമ്മളിപ്പോ ഇതെടുത്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഒട്ടും വൈറ്റ് കാസ്റ്റോ അങ്ങനെ ഒന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയും അതുപോലെ തന്നെ നമുക്ക് ഒട്ടും ഓയിലി ആക്കത്തില്ല നമ്മുടെ. അതുകൊണ്ടാണ് ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം നമുക്കിപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒട്ടും ഇത് ഭയങ്കര ഓയിലി ആയിട്ട് ഇരിക്കുവോ അല്ലെങ്കിൽ ഒരു ഗ്രീസി പോലെ ഇരിക്കുവോ ഒന്നും ചെയ്യില്ല. നമ്മളിത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഈ സാധനം അബ്സോർബ് ആവുകയും ചെയ്യും. കണ്ടോ, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് കാണാം. കണ്ടോ, കുറച്ചൊരു നല്ലൊരു ഫിനിഷിങ് നമ്മുടെ ഫേസിന് വരുന്നുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഫോക്സ്റ്റൈലിന്റെ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഈ ഒരു ഗ്ലോ സൺസ്ക്രീൻ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. 50 ml ഓഫ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അഫോർഡബിൾ റേറ്റ് ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നിരിക്കുന്ന ഈ ഒരു നോട്ടുണ്ട്. അവരുടെ ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അവരെടുത്തിരിക്കുന്ന ഗ്രൗണ്ട് വർക്ക്, അതുപോലെ തന്നെ അവരുടെ ഫോർമുലേഷൻ ഒരു സ്റ്റെപ്സ് അങ്ങനെയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സീ ദ ഡിഫറൻസ് വിത്ത് ഗ്ലോ സൺസ്ക്രീൻ എന്നുള്ളതിൽ ഫസ്റ്റ് ഡേ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു സൺകിസ്ഡ് സോഫ്റ്റ് ഗ്ലോ കിട്ടും എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. കറക്റ്റ് ആണ്. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് കൈൻ്റെ ഒരു നോക്കുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഗ്ലോ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു സൺകിസ്ഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെട്ടി തിളങ്ങും എന്നുള്ളതല്ല, നമുക്ക് ആ ഒരു എന്തോ ഒരു ഫ്രഷ്നെസ്, നമുക്ക് ആ ഒരു എന്തോ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. ഓഫ് കോഴ്സ് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഡേ 5 ആകുമ്പോഴത്തേക്കിനും ഇവർ പറയുന്നത് നമുക്ക് വിസിബിളി റെഡ്യൂസ്, നമ്മുടെ ടാൻ വിസിബിളി റെഡ്യൂസ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു ഗ്ലോ വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നവർ പറയുന്നുണ്ട് ഡേ 5. ഇനി ഡേ 15 ആകുമ്പോഴത്തേക്കിനും പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ ഫെയ്ഡ് ആയതായിട്ട് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മൾ ഒരു ഡേ 5നേക്കാളും ഡേ 1നേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയതായിട്ടും ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നമുക്കത് മനസ്സിലാകും, വിസിബിൾ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു ലാസ്റ്റ് ഏരിയയിൽ ക്ലെയിം ചെയ്യുന്നത്. ഗൈസ് ഇസ് നൈസ്. കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും. കാരണം ഞാനിത് രണ്ടാമത്തെ ഒരു പാക്കേജ് ആണ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് എൻ്റെ ഇത്. ഞാൻ 2 തവണ ഇത് വാങ്ങിച്ചു, പിന്നെയും ഞാൻ ഇത് വാങ്ങിക്കും. കാരണം ഇത് ഒന്നാമത്തെ കാര്യം ഇത് അഫോർഡബിൾ ആണ്. രണ്ടാമത് ഇവർ ക്ലെയിം ചെയ്യുന്ന റിസൾട്ട് എല്ലാം ഇത് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് യൂസ് ചെയ്യുന്ന കേസിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ ഇടണോ വേണ്ടയോ എന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻ ആണ്. സൺസ്ക്രീൻ ഇടണോ അല്ലെങ്കിൽ സൺസ്ക്രീൻ്റെ അത്യാവശ്യം ഉണ്ടോ എന്നുള്ളത്. സൺസ്ക്രീൻ എപ്പോഴും മസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക.
സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഫസ്റ്റ് ഡേ തൊട്ട് ഒരു 15 days നമ്മളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവർ പറയുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ഞാനിത് 3 month ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞാലും ഞാനിത് കറക്റ്റ് ഒരു ഇടവേള, ഒരു ബ്രേക്ക് എടുക്കാണ്ട് ഞാനത് യൂസ് ചെയ്ത് ചിലപ്പോൾ ഒരു 1 month ആയിരിക്കും കണ്ടിന്യൂസ് യൂസ് ചെയ്ത്. ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളത് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ഒരു റിവ്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ റിവ്യൂവിന് ഇത്ര ഡിലേ ആയത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് സാധനം ഒരു സൺസ്ക്രീൻ ആകുമ്പോൾ നമ്മൾ ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചിലപ്പോൾ വേറെ ബ്രാൻഡിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ നമ്മൾ ഒരു 1 week ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ചേഞ്ചസിൽ നിന്ന് നമ്മൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. മനസ്സിലായോ? അതിന്റെ ഒരു സാധനം, ആ ഒരു ഗംഭീര സംഗതി ഇതിന്റെ ഉള്ളിലുണ്ട്. സോ ഈ ഒരു സൺസ്ക്രീൻ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി പറയുവാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്സും യൂസ് ചെയ്യാൻ പറ്റും. ഒരു തരത്തിലുള്ള അലർജി കാര്യങ്ങൾ ഒന്നും ഇത് ഉണ്ടാക്കുന്നില്ല. അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോക്സ്റ്റൈലിന്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് വലിയ ധാരണയില്ല, സോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടാണ്, ഇത് വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ഓൾവേസ് ഡു എ പാച്ച് ടെസ്റ്റ്. നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. ഇവരുടെ എല്ലാ പ്രൊഡക്ട്സിനും ഇവരത് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊഡക്ട്സ്, ഈ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാന്നുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് ഈ കുറച്ചൊരു എമൗണ്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചെവിന്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ചെവി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ബാക്ക് സൈഡിൽ നിങ്ങൾ കുറച്ചൊരു എമൗണ്ട് എടുത്ത് നമ്മൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കുക. ഒരു 5 minute 10 minute കഴിയുമ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ അലർജിയും, ഒരു ദിവസം വിട്ടേക്ക്, നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാം, കയ്യിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് 100% ഷുവർ ആണ്. അടിപൊളി ഒരു ബ്രാൻഡാണ് കേട്ടോ. ഞാൻ ഇവരുടെ തന്നെ സ്പോട്ട് റെഡ്യൂസോ അങ്ങനെ എന്തോ ഒരു സാധനം, ഒരു അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അടിപൊളി ഒരു സെറം ഞാനിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അടിപൊളി റിസൾട്ട് ഉണ്ട് അതിന്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഉടനെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാനത് ചെയ്യാം. അപ്പൊ ഈ സാധനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾ ഒരു സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.